തേർഡ് റീസൺ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് യൂഷ്വലി കാണുന്ന 3 റീസൺസ്. പിന്നെ നമ്മൾ പേടിക്കേണ്ടത് കുട്ടികളെ എന്തെങ്കിലും കടിച്ചോ, അത് നമ്മൾ ദേഹത്ത് എന്തെങ്കിലും കടിച്ച പാടുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ അവർക്ക് വയറിൽ എന്തെങ്കിലും അതായത് ലൂസ് ടൂൾസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അതായത് അവർക്ക് വയറ്റിൽ നിന്ന് പോകുന്നതിൽ ബ്ലഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ കുട്ടികൾ നന്നായിട്ട് പാലൊക്കെ വലിച്ചു കുടിക്കുന്നുണ്ട്, ഇടയ്ക്ക് മാത്രമാണ് കരച്ചിലെങ്കിൽ നമുക്ക് ആദ്യം ഗ്യാസ് മാറാനുള്ള ടെക്നിക്സ്, അതായത് പാൽ കൊടുത്തിട്ട് തോളത്തിട്ട് നല്ലോണം തട്ടി കൊടുക്കുക. അപ്പോൾ തന്നെ ഒരു ഭൂരിഭാഗം കുട്ടികളുടെയും പ്രശ്നം സോൾവ് ആവും. പിന്നെ അല്ലെങ്കിൽ അതിനുള്ള ഡ്രോപ്സ് ഉണ്ട്, എന്നിട്ട് നിൽക്കുന്നതിൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക തന്നെ ചെയ്യണം. പിന്നെ മൂക്കടപ്പ്, അതും അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിനുള്ള ഡ്രോപ്സ് ഉണ്ട് മൂക്കിലൊഴിക്കാനുള്ള കുട്ടികളുടെ, അതൊഴിക്കണം. പിന്നെ ഈ ജീവി എന്തെങ്കിലും കടിച്ചോ, എന്തെങ്കിലും പ്രാണികൾ എന്തെങ്കിലും കടിച്ചോ എന്നറിയാൻ നമ്മൾ ബേബീനെ എക്സാമിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതും അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കുട്ടീനെ കൊണ്ടുപോകണം. സോ ടേക്ക് കെയർ.